തിരുവനന്തപുരം RCC മെഡിക്കൽ ലബോറട്ടറിയിൽ വിശ്രമമുറിയിൽ പെൻ ക്യാമറ സ്ഥാപിച്ചെന്ന് പരാതി. RCC സീനിയർ ലാബ് ടെക്നീഷ്യൻ രാജേഷ് KRനെതിരെ വനിതാ ജീവനക്കാർ പരാതി നൽകി. 3 മാസം മുൻപാണ് ഈ സംഭവം. പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. MG പ്രതീഷ് ചേരുന്ന വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, ഈ നേരത്തെ ഈ RCCയിൽ തന്നെ നൽകിയ പരാതിക്കൊന്നും അതിലൊരു നടപടിയും ഉണ്ടായില്ലല്ലോ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഈ പരാതിയുമായി ഉയർന്ന തലങ്ങളിലേക്ക് എത്തുന്നത്. എന്താണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷ? ഉന്മേഷ, വളരെ ഗുരുതരമായ ആരോപണമാണ് ഉണ്ടാകുന്നത്. അതും കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പെൻ ക്യാമറയിൽ പകർത്തി എന്നുള്ള ആരോപണം വരുന്നത്. തിരുവനന്തപുരം RCCയിലെ മെഡിക്കൽ ലബോറട്ടറി വനിതാ ജീവനക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് അതേ ആശുപത്രിയിൽ തന്നെ മറ്റൊരു ജീവനക്കാരനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ലബോറട്ടറി ജീവനക്കാർ വിശ്രമിക്കുന്ന മുറിയിലാണ് ഈ പെൻ ക്യാമറ സ്ഥാപിക്കുകയും അതുവഴി തങ്ങളുടെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പകർത്തുകയും ചെയ്തത് എന്ന വനിതാ ജീവനക്കാർ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി RCC ഡയറക്ടർക്കും ആഭ്യന്തര പരിഹാര സെല്ലിനും കൈമാറി. പക്ഷേ ഇത്തരത്തിൽ പരാതി കൈമാറിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വനിതാ ജീവനക്കാർ തന്നെ അറിയിക്കുന്ന കാര്യം. ഈ ലബോറട്ടറിയിലെ 9 വനിതാ ജീവനക്കാരാണ് ഡയറക്ടർക്കും ഈ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിനും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. ഈ സംഭാഷണങ്ങൾ ചില വാട്സപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിച്ചുവെന്നും ഇക്കാര്യം ഈ ആരോപണ വിധേയൻ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും താൻ മറ്റ് 2 ഉദ്യോഗസ്ഥർക്ക് കൂടി ഇത് അയച്ചിട്ടുണ്ടെന്ന് തങ്ങളോട് തന്നെ ഈ ആരോപണ വിധേയൻ സമ്മതിച്ചു എന്ന ഈ പരാതിയിൽ തന്നെ കൃത്യമായി വനിതാ ജീവനക്കാർ പറയുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പരാതി വനിതാ ജീവനക്കാർ നൽകുന്നത്. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ജീവനക്കാരനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. മാത്രമല്ല, ഈ ആരോപണ വിധേയൻ, അതായത് ഈ വിശ്രമമുറിയിൽ പെൻ ക്യാമറ സ്ഥാപിച്ച് സംഭാഷണങ്ങൾ ഉൾപ്പെടെ പകർത്തിയ ഈ ആരോപണ വിധേയനായ രാജേഷ് നേരത്തെയും സ്ത്രീത്വത്തെ അപമാനിച്ചിരുന്നു, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിരുന്നു എന്നും ഈ പരാതിയിൽ കൃത്യമായി വനിതാ ജീവനക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടികൾ ഈ ജീവനക്കാരനെതിരെ വേണമെന്നതായിരുന്നു വനിതാ ജീവനക്കാരുടെ ആവശ്യം. പക്ഷേ ഈ പരാതി ലഭിച്ചിട്ടും അതിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിൽ വലിയ വീഴ്ച RCC ഡയറക്ടർക്ക് ഉണ്ടായി എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ പരാതി ആഭ്യന്തര പരിഹാര സെല്ലിലേക്ക് കൈമാറി മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിൽ ഒരു ചെറിയ തരത്തിലെങ്കിലും ഒരു ഇടപെടൽ RCC ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ഇടപെടൽ ആ തൽസ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ആരോപണ വിധേയനെ മാറ്റുകയാണ് ചെയ്തത്. അതായത് അവിടുത്തെ സീനിയർ ലബോറട്ടറി ടെക്നീഷ്യനെതിരെയാണ് ആരോപണം ഉയർന്നത്. അദ്ദേഹത്തെ പിന്നീട് RCC ക്യാഷ്യർ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ക്യാഷ് കൗണ്ടറിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതായത് ഒരു ടെക്നിക്കൽ യോഗ്യതയുള്ള ഒരു ജീവനക്കാരനെ ക്യാഷ് കൗണ്ടറിലേക്ക് മാറ്റിക്കൊണ്ടുള്ള വിചിത്രമായ നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട RCC ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഈ വിഷയത്തിൽ വേണമെന്നും ആരോഗ്യമന്ത്രി അടക്കമുള്ള അവർ ഇക്കാര്യത്തിൽ ഇടപെട്ട നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രധാനമായും ഈ വനിതാ ജീവനക്കാർ പറയുന്ന കാര്യം. മാത്രമല്ല, കൃത്യമായി പരാതി നൽകിയ തീയതിയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചകളും കൃത്യമായി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം 25/9/2024 ആദ്യ പരാതി വനിതാ ജീവനക്കാർ നൽകുന്നത്. പക്ഷേ ആ പരാതിയിൽ പിന്നീട് ഒരു തുടർ നടപടി ഉണ്ടായത് 3/10/2024 പിന്നീട് ഈ നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഈ ഇന്റേണൽ കംപ്ലയിന്റ്സ് അതോറിറ്റിക്ക് വനിതാ ജീവനക്കാർ പരാതി നൽകുകയും അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സ്ഥാനമാറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലൊരു ഗുരുതര സ്വഭാവമായ കുറ്റകൃത്യം നടന്നു, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റം അവിടെ ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. കൃത്യമായ ഒരു ഇടപെടൽ ഈ RCC ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായും വനിതാ ജീവനക്കാർ അടക്കം പറയുന്നത്. മാത്രമല്ല, ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഈ ആരോപണ വിധേയനായ വ്യക്തിക്കെതിരെ നേരത്തെയും പല പരാതികൾ ഉയർന്നിരുന്നു എന്ന് വനിതാ ജീവനക്കാർ ഈ പരാതിയിൽ തന്നെ കൃത്യമായി പറയുന്നതുമുണ്ട്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനമാറ്റത്തിൽ മാത്രം ഇത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള ഒരു ആരോപണത്തെ അല്ലെങ്കിൽ ഒരു പരാതിയെ കണ്ട നടപടി എടുത്തു എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ ഉയരുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ അടിയന്തര നടപടിയാണ് വനിതാ ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. ഉന്മേഷ, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആരോഗ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് വനിതാ ജീവനക്കാർ ആവശ്യപ്പെടുന്നത്.